ഇപ്പോൾ പ്രവാസികൾ കേരളത്തിൽ 40 ലക്ഷത്തോളം പ്രവാസികളുണ്ട്. ആ പ്രവാസികൾ വലിയ നിലയിലേക്ക് കേരളത്തിൽ ഇന്ത്യയിലേക്ക് അവർ കഠിനാധ്വാനം ചെയ്ത് ചോര നീരാക്കി ജോലി ചെയ്ത് വലിയ നിലയിലേക്ക് വരുമാനം തരുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ ഭാഗമായുള്ള ഫണ്ടിലെ 15% മലയാളികളുടേതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ 96,000 പേർ പ്രവാസി പെൻഷൻ വാങ്ങുന്നുണ്ട്. ഈ 2 മാസം പെൻഷൻ കൊടുത്തിട്ടില്ല. കൃത്യമായി പ്രവാസി ക്ഷേമ ബോർഡിൽ അംശാദായം അടക്കുന്നു. പ്രവാസി ക്ഷേമ ബോർഡിന് ഫണ്ട് നൽകിക്കൊണ്ട് പെൻഷൻ നൽകാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. നോർക്കയെക്കുറിച്ച് ഒരു പരാമർശം പോലും ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല. പ്രവാസി വകുപ്പും കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഗൗരവമുള്ള വിഷയമല്ലേ? ഞങ്ങളിത് ഉന്നയിക്കുന്നു. ഈ തെറ്റ് എന്നാ തിരുത്തുക? ഇപ്പോൾ ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ 1 മാസമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മാസമായി പെൻഷനില്ല. ഈ തെറ്റ് എന്നാണ് തിരുത്തുക എന്നുള്ളതിൻ്റെ ഡേറ്റ് കൂടി ഒന്ന് അറിയിച്ചാൽ നല്ലതാണ്. എടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ പ്രവാസികളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ 40 ലക്ഷത്തോളം പ്രവാസികളുണ്ട്. 40 ലക്ഷത്തോളം വലിയ നമ്പറാണ്. അതിൽ പെൻഷൻ വാങ്ങുന്നവർ ഏറെക്കുറെ ഞാൻ നേരത്തെ പറഞ്ഞു 1 ലക്ഷത്തിലധികം ഉണ്ട്. നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് എല്ലാ നിലയിലും കരുത്ത് പകരുന്നവരാണ് പ്രവാസികൾ. അവർക്ക് നൽകേണ്ട ഫണ്ട്, പെൻഷൻ, അത് പിടിച്ചു വെക്കുന്നതിൻ്റെ ആവശ്യം എന്താണ്? എന്തിനാണ് അവരെങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ഇപ്പം നിങ്ങളെയൊക്കെ കുടുംബത്തിൽ വീട്ടിലും പ്രവാസികളുണ്ടാകും. ആ പെൻഷൻ അവർക്ക് എത്രത്തോളം ആശ്വാസമാണ്. ഈ 10 കൊല്ലം പെൻഷൻ മുടങ്ങിയിട്ടില്ലല്ലോ. LDF ഗവൺമെൻറ് ഭരിച്ച 10 കൊല്ലം പെൻഷൻ മുടങ്ങിയില്ല. LDF ഗവൺമെൻറ് ഭരിച്ച 10 കൊല്ലത്തെ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും നോർക്കയെക്കുറിച്ച് ഒരു പരാമർശം നടത്താതെ പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഇവരുടെ സമീപനം എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഒരുപാട് തെറ്റിപ്പോൾ തിരുത്തി. ആ തെറ്റ് തിരുത്തിയതിൻ്റെ ഈ 2 മാസത്തിൻ്റെ പട്ടിക ഞാൻ എടുത്ത് പറയേണ്ടതില്ല. ഒരുപാട് തെറ്റുകൾ തിരുത്തി. ഈ പ്രവാസികൾക്ക് പെൻഷൻ നൽകാത്ത ഈ തെറ്റ്